സാർ ചോദിച്ചോളൂ. ഇവിടെ കുറച്ചു നേരത്തെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ചോദ്യം നടന്നു. ജില്ലാ ആശുപത്രിയിലെ അവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ടോ, അവിടെ മറ്റുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ കടന്നുപോയി പരിശോധിച്ചാൽ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ മെഡിക്കലിന്റെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ പോയി ധാരാളം ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം UP ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. പോയി എന്റെ വൈഫിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് കരിമ്പത്തോട്ടമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റൊരു ചോദ്യം, ഇവിടെ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പഠിപ്പിച്ച ഇവിടെയുള്ള മറ്റുള്ള മിഷണറിമാരെ തല്ലിക്കൊല്ലുന്നതോ പട്ടിയെ പോലെ അടിച്ചമർത്താണോ ഇവിടുത്തെ വടക്കേന്ത്യയിലെ നയം? ഇതിന് എന്തു മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റും? ഹരി, വളരെ പെട്ടെന്ന് ഹരി മറുപടി കൊടുക്കണം. കാരണം വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വികസനം നിങ്ങൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ വളരെ വലുതാണെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ ഞാനും ഖേദിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. ഞാൻ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ആരോഗ്യ മേഖലയും പൂർണ്ണമായത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മുമ്പിലുള്ള തൃശൂർ ജനത വോട്ട് ചെയ്യേണ്ട എനിക്ക് മുമ്പിലുള്ള ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തലായിട്ട് വർഷത്തിലും മേലെയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ സമയത്ത് വൈകിട്ട് 7 മണിക്ക് ന്യൂസ് 18 ചാനൽ ചർച്ച നടത്തുമ്പോ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റോ ഒരു പീഡിയാട്രിഷനോ ഒരു ഗൈനക്കോളജിസ്റ്റോ ഉൾപ്പെടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്ഷമ വേണ്ടേ, സഹിഷ്ണുത വേണ്ടേ, മര്യാദ വേണ്ടേ? എന്താ കമ്മ്യൂണിസ്റ്റുകാരത്? എന്താ രാമേന്ദ്ര പ്രശ്നം? എന്താ കമ്മ്യൂണിസ്റ്റുകാരത്? മോശല്ലേ? സഹിഷ്ണുത വേണ്ടേ? അപ്പൊ ഈ ആശുപത്രിയിൽ ചികിത്സിക്കാനായി ഈ സമയത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറില്ല. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയൊക്കെ വികസിച്ചെങ്കിൽ പിണറായി വിജയൻ എന്തിനാ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോണത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോണത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ നേടിക്കൂടെ? എല്ലാം കൈവരിച്ചെങ്കിൽ കൊടിയേരിയുടെ പാർട്ടി ചെലവിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത്? അമ്മാതിരി കമന്റ് കേട്ടോ.